വാഗമണ്ണിൽ തന്നെയാണ്. വാഗമൺ വിട്ടിട്ടില്ല. വാഗമണ്ണ് പക്ഷെ ഇപ്പം മഞ്ഞൊന്നുമില്ല കേട്ടോ. എന്തോ സത്യത്തിൽ നവംബർ മാസമൊക്കെ നല്ല മഞ്ഞ് വരേണ്ട സമയമാണ്. മഞ്ഞൊന്നും കിട്ടിയിട്ടില്ല. അപ്പം പാലൊഴുകും പാറ കാണാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങോട്ടൊന്ന് പോവുകയാണ്. നിങ്ങൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടു മറന്ന ഒരു ലൊക്കേഷനുണ്ട്, കാണിച്ചു തരാം. ഷീ ടാക്സി തുടങ്ങിയ സിനിമകളിലൊക്കെ ഈ ലൊക്കേഷനൊക്കെ നിരവധി സമയങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് തമിഴ് ചിത്രങ്ങളിൽ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ യാത്ര ചെയ്ത പൈൻ ഗാർഡനാണ്. എന്നാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട് പൈൻ ഗാർഡൻ്റെ താഴ്വാരം. അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് പാലൊഴുകും പാറയിലേക്ക്. നമ്മൾ വരുന്ന വഴിയിൽ നിന്ന്, പാലൊഴുകും പാറയ്ക്ക് വരുന്ന വഴിയിൽ നിന്ന് ജസ്റ്റ് റൈറ്റ് എടുത്താൽ മതി. റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു കുഞ്ഞി റോഡുണ്ട്. അതിൻ്റെ പശു അവിടെ നിൽപ്പുണ്ട്. നടന്നു പോകുമ്പോൾ പണി കിട്ടുമോ നോക്കാം. ഇച്ചിരി ഞെരിങ്ങിയ വഴിയാണ്. വേണം അങ്ങോട്ടൊന്ന് ഇറങ്ങാൻ. അപ്പൊ നമ്മൾ പാസ്സൊക്കെ എടുത്ത് ഇതിനുള്ളിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയും, വാഹനത്തിന് 4 വീലർ ചെറിയ വണ്ടിയൊക്കെ ആണെങ്കിൽ, ചെറിയ വണ്ടിയെ വരത്തുള്ളൂ, 20 രൂപയാണ് പാസ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പോയത് ഈ പൈൻ വാലിയുടെ മുകൾ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി പാലൊഴുകും പാറയ്ക്ക് പോകാൻ വന്ന വഴിയാണ്. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന് കണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓ അടിപൊളി. അതെ അതെ അതെ, ഇത് നമ്മൾ മുകളിൽ കാണുന്നേക്കാളും നല്ല രസമാണ് കേട്ടോ. നല്ല ലൊക്കേഷനാണ്. ഒരുപാട് സിനിമകൾക്ക് വേദിയായിട്ടുള്ള സ്ഥലമാണ്. ആട് 2. ആടൊരു ഭീകരജീവി. ആട് 2 തന്നെയല്ലേ? ആട് 1 എന്തിനും വേണ്ട. അതെ, ഡ്യൂഡ് വെടിവെക്കുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. ഒരുപാട് ചലച്ചിത്രങ്ങളിൽ ഗാനരംഗങ്ങൾ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ പൈമാലി.
രാവിലെ ഇപ്പോൾ ഏകദേശം 9:30 അപ്പോഴത്തേന് സഞ്ചാരികളൊക്കെ വന്നു തുടങ്ങി. കൊറോണ കാലത്തിനൊക്കെ ശേഷം ഒരു റിലാക്സേഷൻ. നല്ല അടിപൊളി ഒരു അരുവിയുണ്ട്. അരുവിയിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് പോകാം. ഏതായാലും വന്നതല്ല. പക്ഷെ ഞാൻ കുറച്ചും കൂടി പതിയെ പതിയെ പോയാൽ മതി. ഞാനടുത്ത് ഞണ്ടുണ്ടത് അപ്പൊ മാമ പറഞ്ഞു ഞണ്ടൊന്നുമില്ല. അടിപൊളി ലൊക്കേഷൻ ആട്ടോ. മേളിൽ നമ്മൾ പൈൻകാടിന് പോകുന്നതല്ല. മേളിൽ പൈൻകാടിന് പോകുമ്പോൾ കല്ലിട്ട വഴിയിലൊക്കെ നടക്കണം. ഭയങ്കര ഡേഞ്ചർ ഒരു ഏരിയയും കൂടെ. വരുവാണെങ്കിൽ പൈൻകാടൻ ഈ ലോവർ വാലിയിൽ നല്ലതാണ്. നല്ല അരുവിയൊക്കെ ഉണ്ട്. നല്ല ലൊക്കേഷൻ, നടക്കാൻ പറ്റും. സൂപ്പറാണ്. അപ്പോൾ ഇവിടെയാണ് വരേണ്ടത്. ഇവിടെ പറഞ്ഞത് മുട്ടക്കുന്ന് വഴി പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പൈൻ വാലിയുടെ താഴ്വാരത്ത് വരാൻ പറ്റും. ഇവിടെ വന്നിട്ട് വേണം നല്ല മഞ്ഞുള്ള സമയത്തൊക്കെ വരുവാണെങ്കിൽ സൂപ്പർ ലൊക്കേഷൻ. ഇവിടെ നല്ല അടിപൊളി വൃക്ഷങ്ങളൊക്കെ കാണാം കേട്ടോ. വേരയിലൊക്കെ നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ കാണാം. ഇങ്ങോട്ട് വരാൻ വേണ്ടി വഴി മറക്കണ്ട. മേളിലെ പൈൻകാടൻ എല്ലാവർക്കും അറിയാവുന്ന വഴിയാണ്. അവിടെ നേരെ മൊട്ടക്കുന്ന് വാഗമൺ മെഡോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് നേരെ ഫ്രണ്ടിലേക്ക് പോരും. ഫ്രണ്ടിലേക്ക് പോകുന്ന ഒരു 2.5 കിലോമീറ്ററോളം 3 കിലോമീറ്ററോളം വന്നാൽ മതി പൈൻകാടിൻ്റെ താഴ്വാരത്ത്. അവിടെ വലിയ ശല്യങ്ങളുമില്ല, ബഹളങ്ങളൊന്നുമില്ല. നല്ല സൈലൻ്റായിട്ടുള്ള ഏരിയ. പുഴയുണ്ട്. വീട്ടിലെ ഇതുപോലെ നടക്കണ്ട, ഒരുപാട് നടക്കണ്ട, കുന്നും മലയും കയറണ്ട. അപ്പോൾ ഇവിടെ വരണം. നല്ലൊരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും നിങ്ങൾ ഈ പൈൻകാടലിൽ വരുവാണെങ്കിൽ. അപ്പോൾ നമുക്ക് പാലൊഴുകുംപാറയിലേക്ക് പോവാം. അപ്പോൾ ഇനി പാലൊഴുകുംപാറയുടെ വിശേഷങ്ങളുമായിട്ട് അവിടെ കാണാം.